ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 18 ചോദ്യങ്ങളും അതുപോലെ നെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 18 ചോദ്യങ്ങളും ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 2026 ചോദിച്ച ആദ്യം PSCയിലെ 18 ചോദ്യങ്ങൾ നോക്കാം. 2026 ചോദിച്ച ഒരു ചോദ്യമാണ് യജതാം ക്രതുഹു കഹ എന്നുള്ള ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഇവിടെ ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നു ABCD എന്നിങ്ങനെ ഗുരുഹു, ചന്ദ്രഹ, രവിഹി, ശുക്രഹ. ഉത്തരം ഓപ്ഷൻ സി രവിഹി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ ബൃഹജ്ജാതകത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. ആദ്യത്തെ ശ്ലോകം ഇതാണ്. മൂർത്തിത്വേ പരികൽപ്പിത ശശഭ്രതോ വർമാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദ്ഭവസ്ഥിതിവിഭുശ്ചാനേകധാ യശ്രുതൗ വാചം നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഹി എന്നുള്ളതാണ് ഈ ഒരു 1-ാമത്തെ ശ്ലോകം. അപ്പോൾ ഇതിൽ നമ്മളിതിൻ്റെ അന്വയം പറഞ്ഞു. ശശഭൃതഃ മൂർത്തിത്വേ പരികൽപ്പിതഃ അപുനർജന്മനാം വർത്മാ ആത്മവിദാം ആത്മാ യജതാം ക്രതുഃ അമരജ്യോതിഷാം ഭർത്താ ലോകാനാം പ്രളയോദ്ഭവസ്ഥിതിവിഭുഃ അനേകധാ ശ്രുതൗ യഃ സ അനേകകിരണഃ ത്രൈലോക്യദീപഃ രവിഃ നഃ വാചം ദദാതു എന്ന്. അതായത് ശശഭൃതഃ മൂർത്തിത്വേ പരികൽപ്പിതഃ, ചന്ദ്രന് രൂപം ഉണ്ടാക്കിക്കൊടുക്കുന്നവനായിട്ടുള്ള സഹ രവിഹി നഃ വാചം ദദാതു, ആ രവി നമുക്ക് വാക്കിനെ തരട്ടെ. അതുപോലെ അപുനർജന്മനാം വർത്മാ, പുനർജന്മമില്ലാത്തവർക്ക് മാർഗമായിട്ടുള്ള സൂര്യൻ, അങ്ങനെയുള്ള സഹ രവിഹി നഃ വാചം ദദാതു, ആ രവി നമുക്ക് വാക്കിനെ തരട്ടെ. അതുപോലെ 3-ാമത്തെ വിശേഷണം ആത്മവിദാം ആത്മാ, ആത്മവിത്തുക്കൾക്ക് ആത്മാവായിട്ടുള്ള സഹരവിഹി വാചം നഃ ദദാതു എന്ന് പറഞ്ഞു. അതുപോലെ 4-ാമത്തെ വിശേഷണം യജതാം ക്രതുഹു, യാഗം ചെയ്യുന്നവർക്ക് യാഗസാധനമായിട്ടുള്ള ആ രവി നഃ വാചം ദദാതു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. യജതാം ക്രതുഹു കഹ, യാഗം ചെയ്യുന്നവർക്ക് യാഗസാധനമായിട്ടുള്ള അല്ലെങ്കിൽ യാഗഫലദാതാവായിട്ടുള്ള നമുക്കർത്ഥം പറയാം ഉള്ളത് കഹ, ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ രവിഹി എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ രീതിയിൽ വരാം. എന്തൊക്കെയാണ്? ശശഭൃതഃ മൂർത്തിത്വേ പരികൽപ്പിതഃ കഹ രവിഹി എന്ന് പറയാം. അപുനർജന്മനാം വർത്മാ, അതാരാണെന്ന് ചോദിച്ചാൽ രവി എന്ന് പറയാം. അതുപോലെ ആത്മവിദാം ആത്മാ എന്ന് പറയുന്നത് കഹ എന്ന് ചോദിച്ചാൽ രവിയാണ്. അതുപോലെ യജതാം ക്രതുഹു കഹ രവിയാണ്. ഇനി 5-ാമത്തെ വിശേഷണം എടുത്താൽ അമരജ്യോതിഷാം ഭർത്ത, ദേവന്മാരുടെയും ജ്യോതിർഗോളങ്ങളുടെയും ഭർത്താവായിരിക്കുന്നത് ആരാണ് എന്ന് ചോദ്യം വന്നാൽ രവിഹി. 6-ാമത്തെ വിശേഷണം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുഹു, ലോകരുടെ സൃഷ്ടിസ്ഥിതി നാശം എന്നിവയ്ക്ക് പ്രഭുവായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ രവിഹി എന്ന് ഉത്തരം പറയാം. ഇനി അതുപോലെ തന്നെയാണ് 7-ാമത്തെ വിശേഷണം യശ്രുതൗ അനേകഥാ പ്രസിദ്ധ, യാവനൊരുത്തൻ വേദത്തിൽ അനേകം പ്രകാരത്തിൽ പ്രസിദ്ധനായിരിക്കുന്നുവോ. 8-ാമത്തെ വിശേഷണം അനേക കിരണഃ, അനേകം കിരണങ്ങളോടുകൂടിയവൻ. 9-ാമത്തെ വിശേഷണം ത്രൈലോക്യദീപഃ, 3 ലോകങ്ങൾക്കും ദീപമായിട്ടുള്ളവൻ. ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള രവിഹി നഃ വാചം ദദാതു, നമുക്ക് വാക്കിനെ തരട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 9 വിശേഷണങ്ങളുണ്ട്. അപ്പോൾ 9 വിശേഷണം എടുത്തിട്ടും അത് ആരെ പറ്റിയാണ് പറയുന്നത്, ആരാണ് ഇങ്ങനെയുള്ള ആളെന്ന് ചോദിച്ചാൽ രവി എന്ന് തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ ഇതാണ് PSCയിലെ ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോൾ 2-ാമത്തെ ചോദ്യം നോക്കുന്നത് ഇതും 2026 തന്നെയാണ്. രേവതി നക്ഷത്രം കസ്മിൻ രാശൗ ഭവതി, രേവതി നക്ഷത്രം ഏതു രാശിയിലാണുള്ളത് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ബൃഹജ്ജാതകത്തിലെ 4-ാമത്തെ ശ്ലോകം നോക്കണം. 4-ാമത്തെ ശ്ലോകം ഇതാണ്. കാലാംഗാനി വരാംഗമാനനമുരോ
ഹൃത്ക്രോഡവാസോഭൃതോ വസ്തിർവ്യഞ്ജനമൂരുജാനുയുഗളേ ജംഘേ തതോഘ്രേദ്വയം മേഷാശ്വിപ്രഥമാനവർക്ഷചരണാശ്ചക്രസ്ഥിതാരാശയോ രാശിക്ഷേത്രഗൃഹർക്ഷഭാനി ഭവനം ചൈകാർത്ഥസംപ്രത്യയാഹ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ വരിയുടെ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞു. രാശി എന്ന് പറഞ്ഞാലും ക്ഷേത്രം എന്ന് പറഞ്ഞാലും ഗൃഹം എന്ന് പറഞ്ഞാലും വൃക്ഷം എന്ന് പറഞ്ഞാലും ഭം എന്ന് പറഞ്ഞാലും ഭവനം എന്ന് പറഞ്ഞാലും ഒരേ സമാനാർത്ഥകങ്ങളായിട്ടുള്ള പദങ്ങളാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മൂന്നാമത്തെ വരിയുടെ മേഷാശ്വി പ്രഥമ നവർക്ഷചരണ ചക്രസ്ഥിത രാശയ, അതായത് അശ്വതി മുതൽ മേഷാശ്വി പ്രഥമ നവവൃക്ഷചരണങ്ങൾ 9 നക്ഷത്രപാദങ്ങളോട് കൂടിയതാണ് ഒരു രാശി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ രാശി മേടം രാശിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം നക്ഷത്രങ്ങൾ അശ്വതി തൊട്ട് എണ്ണും. അപ്പോൾ അശ്വതി മുതലുള്ള 9 നക്ഷത്രപാദങ്ങൾ ചേർന്നതാണ് മേടം രാശി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മേടം രാശിയിൽ അശ്വതിയുടെ 4 പാദങ്ങൾ, ഭരണിയുടെ 4 പാദങ്ങൾ, കാർത്തികയുടെ 1 പാദം വരും. എടവം രാശിയിൽ കാർത്തികയുടെ 3 പാദം, രോഹിണിയുടെ 4 പാദം, മകേരത്തിൻ്റെ 2 പാദം. അങ്ങനെ വന്ന് ഇവിടെ ചോദ്യം എന്താണ്? രേവതി നക്ഷത്രം ഏത് രാശിയിലാണെന്നാണ്. അപ്പോൾ അവസാനത്തെ രാശിയായിട്ടുള്ള മീനം രാശിയിലാണ് പൂരുരുട്ടാതി 1 പാദം, ഉത്രട്ടാതി 4 പാദം, രേവതി 4 പാദം വരുന്നത്. അപ്പോൾ രേവതി ഏത് രാശിയിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മീനം രാശിയിലാണ് എന്നാണ്. അതുപോലെ പിന്നെന്താണ് പറഞ്ഞത്? ആദ്യത്തെ 2 വരിയിൽ ഈ രാശികളെ കാലപുരുഷൻ്റെ അംഗങ്ങളായിട്ട് കൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് വീണ്ടും പറയണമെന്ന് വെച്ചാൽ ആവർത്തനം അഭ്യാസമാണല്ലോ, അപ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മേടം വരാംഗമാണ്, അതായത് ശിരസ്. എടവം ആനനമാണ്, അതായത് മുഖം. മിഥുനം ഉരസ്സാണ്, അതായത് മാറിടം. കർക്കടകം ഹൃദയമാണ്. ചിങ്ങം ക്രോഡഹ ഉദരമാണ്. കന്നി വാസോഭൃത് കട്ടിപ്രദേശമാണ്, അതായത് അര. തുലാം വസ്തിയാണ്, നാഭ്യധോഭാഗം, അതായത് പൊക്കിളിൻ്റെ അധോഭാഗം. വൃശ്ചികം വ്യഞ്ജനമാണ്, വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ ലിംഗം. ധനു ഊരുവാണ്, അതായത് തുടകൾ. മകരം ജാനുവാണ്, അതായത് മുട്ട്. കുംഭം ജംഘ ആണ്, അതായത് കണങ്കാലുകൾ. മീനം അംഘ്രദ്വയം പാദങ്ങളാണ് എന്നിങ്ങനെ. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ നിന്നാണ് രേവതി നക്ഷത്രം കസ്മിൻ രാശൗ ഭവതി എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം മീനം രാശി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതും 2026 ചോദ്യമാണ്. മീനരാശി ഡാഷ് ഭവതി എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ചതുഷ്പാദ രാശി, ശീർഷോദയ രാശി, പൃഷ്ഠോദയ രാശി, ഉഭയോദയ രാശി. ഉത്തരം ഉഭയോദയ രാശി എന്നുള്ളതാണ്. അപ്പോൾ ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ ബൃഹജ്ജാതകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ നമ്മളിപ്പോൾ 1-ാമത്തെ അധ്യായത്തിലെ 10 ശ്ലോകങ്ങളാണ് നോക്കിയത്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ 10-ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാതെ. ഇതാണ് 10-ാമത്തെ ശ്ലോകം. ഗോജാശ്വി കർക്കി മിഥുനാഹ സമൃഗാ നിശാഖ്യാഹ പൃഷ്ഠോദയാ വിമിഥുനാഹ കഥിതാസ്ത ഏവ ശീർഷോദയാ ദിനബലാശ്ച ഭവന്തി ശേഷ ലഗ്നം സമേത്യുഭയതഃ പൃഥുരോമയുഗ്മം. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗോ അതായത് എടവം, അജം മേടം, അശ്വി ധനു, കർക്കി കർക്കടകം, മിഥുനം സമൃഗ എന്ന് പറഞ്ഞാൽ മൃഗം എന്ന് പറഞ്ഞാൽ മകരം. ഈ 6 രാശികൾ മേടം, എടവം, മിഥുനം, കർക്കടകം, ധനു, മകരം. ഈ 6 രാശികൾ നിശാബലം എന്ന പേരോടുകൂടിയ രാശികളാണ്. ഇതിൽ മിഥുനം ഒഴികെയുള്ള പൃഷ്ഠോദയ വിമിഥുനാഹ, മിഥുനം ഒഴികെയുള്ളവ അതായത് മേടം, എടവം, കർക്കടകം, ധനു, മകരം, ഈ 5 രാശികൾ പൃഷ്ഠോദയങ്ങളാണ് എന്ന് പറയുന്നു. പൃഷ്ഠോദയ വിമിഥുനാഹ കഥിതാസ്ത ഏവ. ഇനിയോ
ശീർഷോദയ ദിനബലാശ്ച ഭവന്തി ശേഷ. അപ്പോൾ ഈ മിഥുനം ഒഴികെ എന്ന് പറയുമ്പോൾ മിഥുനം ശീർഷോദയമാണ്. ഇനി ശേഷങ്ങൾ ബാക്കിയുള്ളത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, കുംഭം ഇവ ശീർഷോദയങ്ങളും ദിനബലം എന്ന പേരോട് കൂടിയതും ആയിരിക്കും. ഇനിയോ പൃഥുരോമയുഗ്മം സമേത്യുഭയ ലഗ്നം സമേത്യുഭയതഃ പൃഥുരോമയുഗ്മം. യുഗ്മം എന്ന് പറഞ്ഞാൽ മീനം രാശി. ഈ മീനം രാശി ഉഭയോദയമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ മീനരാശി ഡാഷ് ഭവതി എന്ന് പറയുമ്പോൾ ഇവിടെ ഉത്തരം ഉഭയോദയ രാശി എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 2026 തന്നെ ബൃഹത് ജാതകം കസ്യ ഗ്രന്ഥഃ. ബൃഹത് ജാതകം ആരെഴുതിയതാണ് എന്ന് ചോദിക്കുമ്പോൾ വരാഹമിഹിരാചാര്യനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരാഹമിഹിരാചാര്യൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളൊന്ന് ഓർത്തെടുക്കാം. വരാഹമിഹിര ആചാര്യൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് പഞ്ചസിദ്ധാന്തിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആസ്ട്രോണമിയുടെ 5 സ്കൂൾസിനെ പറ്റിയിട്ടുള്ള അറിവ് ഇതിൽ നിന്ന് ലഭിക്കും. ആ 5 സ്കൂൾസാണ് പൈതാമഹ സിദ്ധാന്ത, രോമക സിദ്ധാന്ത, പൈലിശ സിദ്ധാന്ത, സൂര്യസിദ്ധാന്ത, വസിഷ്ഠ സിദ്ധാന്ത. പിന്നെ ബൃഹത് ജാതകം വരാഹമിഹിരൻ്റെ കൃതി. പിന്നെ മറ്റ് വർക്കുകളാണ് ബൃഹത് വിവാഹ പടലം, അത് വിവാഹത്തെ പറ്റിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബൃഹത് വിവാഹ പടലം. പിന്നെ മറ്റൊരു ഗ്രന്ഥമാണ് ബൃഹത് സംഹിത എന്നുള്ളത്. ഇതിൽ 106 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് 2025 ചോദ്യമാണ്. മകരകുംഭയോരധിപ കഹ. മകരം, കുംഭം ഈ രാശികളുടെ അധിപൻ ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിനു വേണ്ടി നോക്കേണ്ടത് 6ാമത്തെ ശ്ലോകമാണ്. ക്ഷിതിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിതാവനിജാ സുരഗുരു മന്ദസൗരി ഗുരവശ്ച ഗൃഹാംശകപാ അജമൃഗ തൗലി ചന്ദ്രഭവനാദി നവാംശ വിധർഭവന സമാംശകാധിപതയ സ്വഗൃഹാത് ക്രമശഃ എന്നുള്ളതാണ്. അതായത് ക്ഷിതിജൻ അതായത് ചൊവ്വ, സ്ഥിതൻ ശുക്രൻ, ബുധൻ, ചന്ദ്രൻ, രവി സൂര്യൻ, സൗമ്യ ബുധൻ, സിത ശുക്രൻ, അവനിജ ചൊവ്വ, സുരഗുരു വ്യാഴം, മന്ദ ശനി, സൗരി ശനി. അപ്പോൾ ഇങ്ങനെ പേരുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവ ക്രമത്തിൽ ഓരോ രാശികളുടെയും അധിപന്മാരായിരിക്കും ഗൃഹാംശകപാഹ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ്, കർക്കടകത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്, കന്നിയുടെയും മിഥുനത്തിൻ്റെയും അധിപൻ ബുധനാണ്, തുലാത്തിൻ്റെയും എടവത്തിൻ്റെയും അധിപൻ ശുക്രനാണ്, വൃശ്ചികത്തിൻ്റെയും മേടത്തിൻ്റെയും അധിപൻ ചൊവ്വയാണ്, ധനുവിൻ്റെയും മീനത്തിൻ്റെയും അധിപൻ വ്യാഴമാണ്, മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ശനിയാണ് എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ചോദ്യം? മകരകുംഭയോഹോ അധിപഃ കഹ. മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ആരാണ് എന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ശനിയാണെന്നാണ്. മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ശനിയാണ്. അപ്പോൾ ശനിക്ക് പറയുന്ന 2 പേരുകളുണ്ട് ഇവിടെ ഉണ്ട്. എന്താണ്? മന്ദൻ എന്നും പിന്നെ സൗരി എന്നും. മന്ദൻ എന്നും സൗരി എന്നും ശനിക്ക് പറയുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷനുകളിൽ മന്ദഹ ഉണ്ട്, അതുകൊണ്ട് മന്ദഹ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശശഭൃതഃ മൂർത്തിത്വേ പരികൽപ്പിതഃ കഃ. ഉത്തരം വളരെ സിമ്പിളാണ്, രവിഹി എന്നുള്ളത്. അപ്പോൾ ഇത് 1ാമത്തെ ശ്ലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ശ്ലോകം ഒന്നും കൂടി ഒന്ന് വായിക്കാം. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാം ആത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദ്ഭവസ്ഥിതിവിഭുശ്ചാനേകധാ യശ്രുതൗ
വാചം ന സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്രോഡാവയവ രാശി കഹ. ക്രോഡം, അതായത് കാലപുരുഷൻ്റെ അവയവങ്ങളെ പറ്റി പറഞ്ഞു. അതിൽ ക്രോഡം എന്ന പേരുള്ള അവയവമായിട്ടുള്ള രാശി ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ശ്ലോകം 4 നിന്നാണ് കിട്ടുന്നത്. ശ്ലോകം 4 ഇതാണ്. കാലാംഗാനി വരാംഗമാനനമുരോ കാലാംഗാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോഭ്രതോ വസ്തിർവ്യഞ്ജനമൂരുജാനുയുഗളേ ജംഘേ തതോഘ്രിദ്വയം മേഷാശ്വി പ്രഥമാ നവർക്ഷചരണാശ്ചക്രസ്ഥിതാരാശയോ രാശിക്ഷേത്രഗൃഹർക്ഷഭാനി ഭവനം ചൈകാർത്ഥസമ്പ്രത്യയാഹ. അപ്പോൾ കാലപുരുഷൻ്റെ അവയവങ്ങളാണ്. വരാംഗമാണ്, ശിരസ്സാണ് മേഷഃ മേടം, ആനനം മുഖമാണ് ഇടവം, ഉരസ് മാറിടമാണ് മിഥുനം, ഹൃദയമാണ് കർക്കടകം, ക്രോഡഹ ഉദരമാണ് ചിങ്ങം. അപ്പോൾ ഇവിടെ ക്രോഡാവയവ രാശി കഹ, ക്രോഡം അവയവമായിട്ടുള്ള രാശി ഏതാണെന്ന് ചോദിച്ചാൽ ചിങ്ങമാണ്. ചിങ്ങത്തിന് സിംഹ എന്ന് പറയും. ഇനി ബാക്കിയുള്ളത് വാസോഭ്രത് അര കടിപ്രദേശമാണ് കന്നി, വസ്തിഹി പൊക്കിളിൻ്റെ അധോഭാഗമാണ് തുലാം, വ്യഞ്ജനം ലിംഗമാണ് വൃശ്ചികം, ഊരു തുടകളാണ് ധനു, ജാനു മുട്ടാണ് മകരം, ജംഘ കണങ്കാലുകളാണ് കുംഭം, അംഘ്രിദ്വയം പാദങ്ങളാണ് മീനം. അപ്പോൾ ക്രോഡം അവയവം ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ചിങ്ങം രാശിയാണ്. സിംഹ എന്നുള്ളത് ഉത്തരമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് 2022 ചോദ്യമാണ്. ക്ഷിതി സുതഃ കഹ. ക്ഷിതിയുടെ സുതൻ, ഭൂമിയുടെ സുതൻ ആരാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനുകൾ ബുധഃ, കുജഃ, രവിഃ, ചന്ദ്രഃ. ഓപ്ഷൻ ബി ഉത്തരം കുജഃ എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അത് ഏത് ശ്ലോകത്തിൽ നിന്നാണ് കിട്ടുക നോക്കാം. ഇവിടെ 6ാമത്തെ ശ്ലോകം എടുക്കാം. ക്ഷിതിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിതാവനിജാ സുരഗുരു മന്ദസൗരി ഗുരവശ്ച ഗൃഹാംശ കപാ എന്ന്. അജമൃഗ തൗലി ചന്ദ്രഭവനാദി നവാംശവിധർഭവന സമാംശകാധിപതയ സ്വഗൃഹാത് ക്രമശഃ എന്ന് പറയുന്നു. അതായത് ക്ഷിതിജോ, ഇവിടെ അടിയിൽ വ്യാഖ്യാനത്തിൽ ഈ ബൃഹജാതകത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഭട്ടോത്പല വ്യാഖ്യാനം. അപ്പോൾ അതിൽ പറയുന്നു ക്ഷിതിജോ അങ്കാരക സമേഷസ്യ അധിപതി എന്ന് പറയുന്നു. ക്ഷിതിജൻ എന്ന് പറഞ്ഞാൽ അങ്കാരകനാണ്. അങ്കാരകൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്നർത്ഥം. ചൊവ്വ, അതായത് കുജഹ എന്നും പറയാം. ചൊവ്വയാണ് മേടത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ക്ഷിതിജഹ കഹ, ക്ഷിതിജൻ, ക്ഷിതിസുതഃ കഹ. ക്ഷിതിജൻ എന്ന് പറഞ്ഞാലും ക്ഷിതിയിൽ നിന്ന് ജനിച്ചവൻ, ക്ഷിതിസുതഃ എന്ന് പറഞ്ഞാലും ക്ഷിതിയുടെ സുതൻ എന്നർത്ഥം കിട്ടും. അപ്പോൾ ഉത്തരം ഇവിടെ കുജഹ എന്നുള്ളതാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് 2022 ചോദ്യമാണ്. ബൃഹജ്ജാതക ഗ്രന്ഥസ്യ പ്രതിപാദ്യ വിഷയഃ കഹ. ബൃഹജ്ജാതക ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് ഉത്തരം. ഇവിടെ ഓപ്ഷനുകൾ സാഹിത്യം, ജ്യോതിഷം, വ്യാകരണം, നിരുക്തം. അപ്പോൾ ഉത്തരം ജ്യോതിഷമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബൃഹജ്ജാതകസ്യ പ്രഥമാധ്യായസ്യ നാമ കിം. ബൃഹജ്ജാതകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ഇത് സംസ്കൃതത്തിൽ വായിച്ച് അത് മലയാളത്തിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു രീതിയിൽ അങ്ങനെ വന്നു പോണതാണ്. ബൃഹജ്ജാതകത്തിൻ്റെ 1ാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി രാശിപ്രഭേദാധ്യായം എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ PSCയിൽ ബൃഹജ്ജാതകത്തിലെ 2 അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 2 അധ്യായങ്ങളുടെയും പേരുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 1ാമത്തെ അധ്യായമാണ് രാശിപ്രഭേദാധ്യായ. 2ാമത്തെ അധ്യായമാണ് ഗ്രഹയോനി പ്രഭേദാധ്യായ. 1ാമത്തെ അധ്യായം രാശിപ്രഭേദാധ്യായ, 2ാമത്തെ അധ്യായം ഗ്രഹയോനി പ്രഭേദാധ്യായ. ഇനി അടുത്ത ചോദ്യം നോക്കാം.
വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് 2022 മേഷാദിരാശയ കതി സന്തി. മേഷം തുടങ്ങിയിട്ട് എത്ര രാശികളുണ്ട് എന്നുള്ളത് എളുപ്പമാണ്. 12 രാശികൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 12. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അതിൻ്റെ സംസ്കൃത പേരുകളാണ് നമ്മൾ അറിയേണ്ടത്. എന്നാലും ഇത് നമ്മുടെ വായിലിങ്ങനെ വെള്ളം പോലെ വരണതുകൊണ്ട് പെട്ടെന്ന് ഇതാണ് എനിക്ക് പറയാൻ പറ്റണത് ഇപ്പോൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് 2022 അഹോരാത്ര കേന ശബ്ദേന ഉച്യതേ എന്നത്. അഹോരാത്ര കേന ശബ്ദേന ഉച്യതേ. അഹോരാത്രം ഏത് ശബ്ദം കൊണ്ടാണ് ഉച്ചരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ ശ്ലോകത്തിൽ നിന്നുള്ളതാണ്. ഹോരേത്യഹോരാത്ര വികൽപ്പമേകേ. അഹോരാത്രം ഉള്ളതിനെയാണ് ഹോര എന്ന് പറയുന്നത്. വാഞ്ചന്തി പൂർവാപരവർണലോപാത് കർമാർജിതം പൂർവഭവേ സദാദിയത്തസ്യ പക്തിം സമഭിവ്യനക്തി. അഹോരാത്രം എന്നതിലെ ആദ്യത്തെ ആയും അവസാനത്തെ ഇത് രണ്ടും പോയിട്ടുള്ള ശബ്ദമാണ് ഹോര എന്നുള്ളത്. അഹോരാത്രം എന്ന് പറയുമ്പോൾ കാലത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനെയാണ് അഹോരാത്രത്തെ തന്നെയാണ് ഹോര എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2022 ചോദ്യമാണ്. ബൃഹജ്ജാതകാനുസാരം കർക്കടകസ്യ അപരം നാമ കിം. അതായത് ഇതിലെ ഒരു ശ്ലോകത്തിൽ ഓരോ രാശികളുടെയും യവനനാമങ്ങൾ, ഗ്രീക്ക് നാമങ്ങൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ചോദ്യമാണ്. കർക്കടകത്തിന് ഉള്ള വേറൊരു പേരെന്താണ് എന്നതാണ്. അപ്പോൾ അത് എട്ടാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിയതാബുരു ജുതു ക്രിയതാബുരു. ഇത് ആദ്യം നോക്കിയ ടെക്സ്റ്റിൽ ജൂതുമ എന്നായിരുന്നു. അപ്പോൾ ഇതിൽ ജിതുമ എന്നാണ് കാണുന്നത്. ക്രിയതാബുരി ജിതുമ കുലീര ലേയ പാഥോന ജൂഗകൗർപ്യാഖ്യാഹ തൗക്ഷിക ആകോകേരോ ഹൃദ്രോഗശ്ചാന്ത്യഭം ചേത്തം എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. അതായത് ക്രിയോ മേഷഃ. ക്രിയ എന്ന് പറയുന്നത് മേടമാണ്. താബുരിർ വൃഷ. താബുരി എന്ന് പറഞ്ഞാൽ ഇടവമാണ്. ജിതുമി മിഥുനഃ. മുൻപ് നോക്കിയ ഗ്രന്ഥത്തിൽ ജൂതുമം എന്നാണ് കൊടുത്തിരുന്നത്. ഇവിടെ ജിതുമി എന്നാണ്. ജിതുമി മിഥുനം. കുലീരഹ കർക്കടക. കുലീരം എന്നുള്ളതാണ് കർക്കടകം, അല്ലെങ്കിൽ കുളീര എന്ന് വായിക്കാം. അപ്പോൾ കർക്കടകത്തിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ കുളീര എന്നുള്ളതാണ് ഉത്തരം. ലേയ സിംഹ. ലേയ എന്ന് പറയുന്നത് ചിങ്ങത്തിനെ, പാഥോന എന്ന് പറയുന്നത് കന്നിയെ, ജൂഗ എന്ന് പറയുന്നത് തുലാത്തിനെ, കൗർപ്യം എന്ന് പറയുന്നത് വൃശ്ചികത്തിനെ, തൗക്ഷികം എന്ന് പറയുന്നത് ധനുവിനെ, ആകോകേരഹ എന്ന് പറഞ്ഞാൽ മകരം, ഹൃദ്രോഗ എന്ന് പറഞ്ഞാൽ കുംഭം, അന്ത്യഭം എന്ന് പറഞ്ഞാൽ മീനം. ഇങ്ങനെയാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മിഥുന രാശേഹേ അധിപഃ കഃ. മിഥുനം രാശിയുടെ അധിപൻ ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും ആറാമത്തെ ശ്ലോകത്തിലാണ്. ക്ഷിതിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിതാവനിജാഹ സുരഗുരു മന്ദസൗരി ഗുരവശ്ച ഗൃഹാംശകപാഹ അജമൃഗതൗലി ചന്ദ്രഭവനാദി നവാംശവിധിർഭവന സമാംശകാധിപതയ സ്വഗൃഹാത് ക്രമശഃ എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇവിടെ ചോദ്യം മിഥുനം രാശിയുടെ അധിപൻ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ മിഥുനം രാശിയുടെയും കന്നി രാശിയുടെയും അധിപൻ ബുധനാണ് എന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ അയച്ചിരുന്നു. എങ്ങനെയാണ് ഈ അധിപന്മാരെ നമുക്ക് എളുപ്പത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല, അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഒരു ആശയം പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മിഥുനത്തിൻ്റെയും കന്നിയുടെയും അധിപനാണ് ബുധൻ എന്ന് കിട്ടുന്നു.
അപ്പോൾ ഈ ചോദ്യത്തിൽ ബുധൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതാണ് ശരിയുത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു പക്ഷേ ഷോർട്ട് ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷേ ഈ ഒരു ഗ്രന്ഥമായി ബന്ധപ്പെട്ടതുകൊണ്ട് വരാഹമിഹിരനെ പറ്റി ആയതുകൊണ്ട് ഇവിടെയും കൂടിയും പറഞ്ഞു മാത്രം. വരാഹമിഹിരേണ രചിതഃ ഗ്രന്ഥഃ കഃ. ഇതിൽ ഏതാണ് വരാഹമിഹിരൻ എഴുതിയ ഗ്രന്ഥം? തന്ത്രസമുച്ചയമാണോ, പഞ്ചസിദ്ധാന്തികയാണോ, ലീലാവതിയാണോ, തന്ത്രവാർത്തികമാണോ? ഉത്തരം പഞ്ചസിദ്ധാന്തികയാണ് വരാഹമിഹിരാചാര്യൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥം. ഇനി അടുത്ത ചോദ്യം 2022 ബുധസ്യ ഉച്ചരാശി അതല്ല, വൃഷഭരാശേഃ അധിപഃ കഃ. വൃഷഭം എടവം രാശിയുടെ അധിപൻ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ആ 6ാമത് ശ്ലോകത്തിലേക്ക് പോവാണ്. ക്ഷിതിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിതാവനിജാഃ സുരഗുരു മന്ദസൗരി ഗുരവശ്ച ഗൃഹാംശകപാഃ അജമൃഗ തൗലി ചന്ദ്രഭവനാദി നവാംശ വിധർഭവന സമാംശകാധിപതയഃ സ്വഗൃഹാത് ക്രമശഃ. അപ്പോൾ ഇവിടെ ചോദ്യം വൃഷഭം എടവം രാശിയുടെ അധിപൻ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ എടവം രാശിയുടെ അധിപൻ ശുക്രനാണ്. എടവം രാശിയുടെ അധിപൻ ശുക്രനാണ്. സിത എന്നുള്ള ശബ്ദം കൊണ്ടാണ് ശുക്രനെ ഇവിടെ കുറിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം സിതഃ, ഓപ്ഷൻ ബി സിതഃ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2026 ചോദിച്ചു ബൃഹജ്ജാതകം കസ്യ ഗ്രന്ഥഃ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ അതേ ചോദ്യം തന്നെയാണ് 2023 ചോദിച്ചിരിക്കുകയാണ്, ബൃഹജ്ജാതകസ്യ കർത്താ കഃ എന്നുള്ളത്. അപ്പോൾ ഉത്തരം വരാഹമിഹിരഃ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് PSC ചോദ്യങ്ങൾ നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമസ്കാരം.